അക്കാലത്ത് ബാബിലോൺ ഭരിച്ചിരുന്നത് നിമ്രോദ് എന്ന പേരുള്ള ഒരു ദുഷ്ടനായ രാജാവായിരുന്നു. നിമ്രോദും വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. അദ്ദേഹം ദൈവത്തിന്റെ അവതാരമായി സ്വയം കരുതിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെ മുഴുവനും നശിപ്പിച്ച സംഭവം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ആളുകൾ പ്രവാചകന്റെ കൈയും കാലും ബന്ധിച്ച നിലയിൽ രാജാവിന്റെ മുൻപിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നശിപ്പിക്കുന്നത് എന്തിന്? നമ്രൂദ് പ്രവാചകനോട് ചോദിച്ചു. അവർ ദൈവമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. ആരാണ് യഥാർത്ഥ ദൈവം എന്ന് നിമ്രോദ് ചോദിച്ചു. ഏക സത്യദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹു ആണ്. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, ജീവനും മരണവും എനിക്ക് നൽകാൻ കഴിയും. നിന്നെ ഞാൻ കാണിക്കാം. 2 അടിമകളെ കോടതി മുറിയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഭടന്മാരോട് കൽപ്പിച്ചു. അടിമകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. അതിൽ ആദ്യത്തവനെ കൊല്ലാൻ നമ്രൂദ് ആവശ്യപ്പെട്ടു. ഒരു ഭടൻ വാളെടുത്ത് ഒരു അടിമയെ കൊന്നു. അവൻ അടുത്ത അടിമയെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. ഭടൻ വാളെടുത്ത് വീശുന്നതിന് തൊട്ടു മുൻപ് രാജാവ് തടഞ്ഞു. അവനെ കൊല്ലരുത്, അവൻ ജീവിക്കണം. എന്നിട്ട് രാജാവ് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, കണ്ടോ, എനിക്ക് മരിപ്പിക്കാനും ജീവിപ്പിക്കാനും കഴിയും. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിയുന്നവനാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? ഇതുപോലെ കുറെ ചോദ്യങ്ങൾ ഇബ്രാഹിം നബി രാജാവിനോട് ചോദിച്ചു. എന്നാൽ ഒന്നിനും അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രവാചകന് നൽകാൻ വ്യക്തമായ മറുപടിയൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളോട് വർഷങ്ങളോളം അള്ളാഹുവിനെ ആരാധിക്കാൻ പ്രസംഗിച്ചു. ബാബിലോണിൽ ഒരു പുരുഷനും സ്ത്രീയും ഒഴികെ ആരും അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നില്ല. ആ സ്ത്രീയുടെ പേര് സാറ എന്നായിരുന്നു. പിന്നീട് അവർ ഇബ്രാഹിം നബിയുടെ ഭാര്യയായി തീർന്നു. ആ മനുഷ്യന്റെ പേരായിരുന്നു ലൂത്ത്. പിന്നീട് അദ്ദേഹം ഒരു പ്രവാചകനായി തീർന്നു. തന്റെ വാക്കുകൾ ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല എന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളായ ആ 2 പേരുമായി മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിപ്പാർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മറ്റൊരു ജനതയിൽ ദൈവത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പ്രവാചകൻ അവസാനമായി തന്റെ പിതാവിനോട് ഇസ്ലാമിലേക്ക് ചേരാൻ അപേക്ഷിച്ചു. എന്നാൽ അയാൾ അത് നിരസിച്ചു. അതോടെ അദ്ദേഹം അവിടെ നിന്ന് യാത്രയായി. വളരെ വിഷമത്തോടുകൂടിയായിരുന്നു ആ നഗരം ഉപേക്ഷിച്ചു പോയത്. കാരണം അദ്ദേഹത്തിന് ആ നഗരം വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ബാബിലോൺ വിട്ടു പോകേണ്ടി വന്നു. അവർ 3 പേരും മരുഭൂമിയിലൂടെ അവരുടെ യാത്ര ആരംഭിച്ചു. സിറിയ, ഫലസ്തീൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. ജനങ്ങളോട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. വഴിയിൽ കണ്ടെത്താവുന്ന ദരിദ്രരെ എല്ലാം അവർ സഹായിച്ചു. അവർ കാരണം ഒത്തിരി പേർ സന്തുഷ്ടരായി. കുറെ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇതിനിടയിൽ അവർ ചാവുകടലിൽ എത്തിയപ്പോൾ ലൂത്ത് നബി അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു. കാരണം അവിടെയുള്ള നാട്ടുകാർക്കിടയിൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു അത് നല്ല ആശയമായി ഇബ്രാഹിം നബിക്ക് തോന്നുകയും അദ്ദേഹത്തെ ആശീർവദിക്കുകയും ചെയ്തു. പ്രവാചകനും ഭാര്യയും മരുഭൂമിയിലൂടെ കുറെ നാൾ യാത്ര ചെയ്തു. ഒരു ദിവസം അവർ ഒരു ദുഷ്ടനായ രാജാവിന്റെ പ്രദേശത്ത് പ്രവേശിക്കാൻ ഇടയായി. സാറ വളരെ സുന്ദരിയായിരുന്നു. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചിരുന്നു. ദുഷ്ടനായ രാജാവ് പ്രവാചകന്റെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ച് അറിഞ്ഞു. അവളെ സ്വീകരിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് പ്രവാചകനെ കൊണ്ടുവരാൻ തന്റെ പടയാളികളിൽ ഒരാളെ അവൻ അയച്ചു. പടയാളികൾ രാജാവിന്റെ മുമ്പിൽ ആ പ്രവാചകനെ കൊണ്ടുവന്നു. നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ ആരാണ്? രാജാവ് ചോദിച്ചു. പ്രവാചകൻ തന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. കാരണം ഇല്ലെങ്കിൽ തന്നെ കൊന്ന് സാറയെ ഇവർ കൊണ്ടുപോകുമെന്ന് ഭയന്നു.
സാറയെ രാജസദസ്സിലേക്ക് കൊണ്ടുവരാൻ ദുഷ്ടനായ രാജാവ് പ്രവാചകനോട് കൽപ്പിച്ചു. അവരെ പരിചയപ്പെടാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും കൊട്ടാരത്തിലെ എല്ലാവരും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും രാജാവ് പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകന് മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയോട് പോയി പറഞ്ഞു, രാജാവ് നിന്നെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നീ എന്റെ ഭാര്യയാണെന്ന് പറയരുത്. നീ എന്റെ സഹോദരിയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ ഭാര്യയുമായി കൊട്ടാരത്തിലേക്ക് പോയി. എന്നാൽ സാറ രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ രാജാവ് സാറയുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു. അദ്ദേഹം സാറയെ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ സാറയുടെ അടുത്തെത്തിയപ്പോൾ രാജാവിന്റെ കൈ അനക്കാൻ പറ്റാതെയായി. സാറയ്ക്ക് മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ, അദ്ദേഹം അപേക്ഷിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുകയില്ല. സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു. വീണ്ടും സാറയെ കണ്ടു മതിമറന്ന രാജാവ് വീണ്ടും അവരെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. വീണ്ടും അവന്റെ കൈകൾ അനങ്ങാതായി. എന്നോട് ക്ഷമിക്കണം, ദുഷ്ടനായ രാജാവ് വീണ്ടും സാറയോട് അപേക്ഷിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും ഒരു ദ്രോഹവും വരുത്തുകയില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളോട് ഉപദ്രവിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. സാറ വളരെ ദയാലുവായിരുന്നതിനാൽ അവൾ വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇത്തവണ അള്ളാഹു അവന്റെ കൈകളെ സ്വതന്ത്രമാക്കി. സാറ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് നീ. നിന്റെ ദൈവം വളരെ കഴിവുള്ളവനാണ്. രാജാവ് പറഞ്ഞു, ഞാൻ നിനക്കൊരു ചെറിയ സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് അത് സ്വീകരിക്കണം. അതെന്റെ അടിമകളിൽ ഒരാളായ ഹാജറ എന്ന അടിമ സ്ത്രീയാണ്. അവർ നിന്റെ വീട്ടുജോലികളിൽ സഹായിക്കും. രാജാവ് പറഞ്ഞു. സാറ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രവാചകൻ സാറയെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ഉപദ്രവവും ഏൽക്കാതെ വരുന്ന സാറയെ കണ്ടപ്പോൾ പ്രവാചകന് ആശ്വാസമായി. സാറ തിരിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാര്യങ്ങൾ അന്വേഷിച്ചു. ആ ദുഷ്ടനായ രാജാവിനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിച്ചു. അവനെ കൊണ്ട് അവന്റെ ദാസിയെ എനിക്ക് സമ്മാനമായി നൽകി. വർഷങ്ങളോളം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പല സ്ഥലങ്ങളിലായി അദ്ദേഹം പ്രചരിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബിയുടെ മുടി നരച്ചു തുടങ്ങി. എന്നാലും ഇബ്രാഹിം നബി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. സാറയ്ക്കും പ്രായമായി. ഇനി തനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്ന് സാറയ്ക്ക് മനസ്സിലായി. അവർക്കൊരു ആശയം തോന്നി. അവർ ഇബ്രാഹിം നബിയോട് സുന്ദരിയും ചെറുപ്പവുമായ ഹാജറ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ആദ്യം പ്രവാചകൻ അതിനെ എതിർത്തു. പിന്നീട് തനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി പ്രവാചകൻ ഹാജറ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ അള്ളാഹുവിനോട് സാറ പ്രാർത്ഥിച്ചു. അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അവർക്കൊരു ആൺകുഞ്ഞിനെ നൽകുകയും ചെയ്തു. അദ്ദേഹം അവനെ ഇസ്മായിൽ എന്ന് പേരിട്ടു. അദ്ദേഹത്തിന് അവനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. ഒരു ദിവസം അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ. പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായി. കാരണം അദ്ദേഹത്തിന് തന്റെ മകനെ അത്രക്കിഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന്. അദ്ദേഹം ഹാജറ റളിയല്ലാഹു അൻഹയെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി പറഞ്ഞു, ഇസ്മായിലിനെയും കൂട്ടി നീ തയ്യാറായി നിൽക്കുക. ഭർത്താവിനെ അനുസരിച്ചിരുന്ന അവർ മറ്റൊന്നും ചോദിക്കാൻ തയ്യാറായില്ല.
പ്രവാചകൻ ഭാര്യയെയും മകനെയും കൂട്ടി മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം സഞ്ചരിച്ചു. അവർ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണമെല്ലാം തീരാറായിരുന്നു. അവസാനം അവർ മരുഭൂമിയിലെ മർവ പർവ്വതത്തിന്റെ താഴ്വാരയിലെത്തി. അതൊരു തരിശായ ഭൂമിയായിരുന്നു. അവിടെ ജീവജാലങ്ങളോ മരങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവിടെ വെച്ച് ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തിരിഞ്ഞു നടന്നു. അവർക്ക് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, "ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി എങ്ങോട്ടാണ് പോകുന്നത്?" ഇബ്രാഹിം നബി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. അവർ വീണ്ടും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അപ്പോഴും ഇബ്രാഹിം നബി നിശബ്ദനായി നിന്നു. ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇതൊന്നും സ്വന്തം ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം ചെയ്യുന്നതെന്ന്.